ഹലോ ഗൈസ്, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആർട്ടിക്കിൾ 280 പ്രകാരം ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോസി ജുഡീഷ്യൽ ബോഡിയാണ്. പ്രസിഡൻ്റ് ഓരോ 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുൻപേ ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ സെൻട്രും സ്റ്റേറ്റും ഇടയിലുള്ള ഫിനാൻഷ്യൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബാലൻസ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് വിളിക്കുന്നു. കോമ്പോസിഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ, അതായത് ഫിനാൻസ് കമ്മീഷനിൽ 5 മെമ്പേഴ്സുണ്ട്. ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സും. ചെയർപേഴ്സൺ ആണെങ്കിൽ പബ്ലിക് അഫയേഴ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. 4 മെമ്പേഴ്സ് ഹൈക്കോർട്ടിൽ അല്ലെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയ ആളായിരിക്കണം. ഗവൺമെൻറ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ സ്പെഷ്യൽ നോളജ് ഉള്ള ആളാവണം. ഫിനാൻസ് അഡ്മിനിസ്ട്രേഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാവണം. എക്കണോമിക്സിൽ സ്പെഷ്യൽ നോളജ് ഉള്ള ആളായിരിക്കണം. അതാണ് 4 മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ റിപ്പോർട്ട് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 281 പറയുന്നത്, ആർട്ടിക്കിൾ 281 പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിഡൻറ്റിനും സബ്മിറ്റ് ചെയ്യണം. ആർട്ടിക്കിൾ 281 പ്രകാരം പ്രസിഡൻറ്റ് അത് പാർലമെൻറ്റിൻ്റെ 2 ഹൗസിലേക്ക് ടേബിൾ ചെയ്യും. ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അഡ്വൈസറി മാത്രമാണ്, ഗവൺമെൻറ്റിന് ബൈൻഡിങ് അല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് കമ്മീഷനിൽ പറയുന്നത്, ഫിനാൻസ് കമ്മീഷൻ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് സെൻട്രും സ്റ്റേറ്റിനും ഇടയിൽ ടാക്സ് റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ആർട്ടിക്കിൾ 275 പ്രകാരം ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ് നൽകേണ്ട പ്രിൻസിപ്പൽ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ പറയുന്നതാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും സ്ട്രെങ്തൻ ചെയ്യാൻ സ്റ്റേറ്റ് കൺസോളിഡേറ്റ് ഫണ്ട് ആഗ്യുമെൻറ്റ് ചെയ്യേണ്ട മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ പ്രസിഡൻറ്റ് റെഫർ ചെയ്യുന്ന വേറെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് റെക്കമെൻഡ് നൽകുന്നു. ഇതാണ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ കമ്മീഷൻ. പിന്നെ പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് പറയുന്നുണ്ട് ഇതിൽ. ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ 1951 ഫസ്റ്റ് ചെയർപേഴ്സൺ KL നിയോഗിയാണ്. ഫസ്റ്റ് മലയാളി മെമ്പർ VP മേനോൻ. സെക്കൻഡ് ചെയർപേഴ്സൺ K സന്താനം. 15th ഫിനാൻസ് കമ്മീഷൻ 2020-25 ചെയർപേഴ്സൺ NK സിംഗ് ആണ്. ഇനി കേസ് ലോസ് ആണ്. സ്റ്റേറ്റ് ഓഫ് കർണാടക വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ സുപ്രീം കോർട്ട് ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്ത് ഈ പ്രിൻസിപ്പൽ ഫിനാൻസ് കമ്മീഷൻ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ സെൻട്രും സ്റ്റേറ്റിനും ഇടയിലുള്ള ഫിനാൻഷ്യൽ ഹാർമോണി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. റവന്യൂ ഫെയറായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഫിസ്ക്കൽ ഫെഡറലിസം സ്ട്രെങ്തൻ ചെയ്യുകയും ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഫിനാൻസ് കമ്മീഷൻ. താങ്ക് യു ഗൈസ്.